ചെങ്ങായിമാരെ നമ്മളെ ശോഭാ സുരേന്ദ്രനല്ലേ, പാലക്കാട് നന്മമര ശോഭാ സുരേന്ദ്രൻ ഓരുടെ ഒരു വോയിസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീനുണ്ടല്ല പൂര തെറി വിളിക്കുന്ന വോയിസ്. നമ്മളെ ശോഭാ സുരേന്ദ്രൻ പൂര തെറി വിളിക്കുന്ന വോയിസ്. മിനിഞ്ഞാന്ന് വോട്ടിന് വേണ്ടി കാശ് കൊടുത്തപ്പോ തന്നെ ഇവരെന്തുമാത്രം ഉടായിപ്പാന്ന് കേരളക്കര മൊത്തം മനസ്സിലാക്കിയതാണ്. അതിനുശേഷം ഈ വോയിസും കൂടി നിങ്ങൾ കേൾക്കുമുണ്ടല്ല, ഇവരുണ്ടല്ല എത്രമാത്രം സ്ത്രീ വിരുദ്ധത സംസാരിക്കുന്ന ഒരു സ്ത്രീയാണെന്നും കൂടി കേരളക്കര മൊത്തം മനസ്സിലാക്കും. ഈ ശോഭാ സുരേന്ദ്രൻ തെറി വിളിക്കുന്നത് വേറെ ഏതൊരു സ്ത്രീയല്ല, ഇവിടെ തന്നെ ബിജെപിയിലുള്ള വേറൊരു കുലസ്ത്രീയാണ് ഈ ശോഭാ സുരേന്ദ്രൻ ഒരൊന്നൊന്നര തെറി വിളിക്കുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ശോഭാ സുരേന്ദ്രൻ ഈ ഉടായ്പ് കണ്ടിട്ട് മനമെടുത്തിട്ട് ആ സ്ത്രീ ഉണ്ടല്ല ഫേസ്ബുക്കിൽ ശോഭാ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ട്, ആ പോസ്റ്റ് കണ്ട് കുരു പൊട്ടിട്ട് നമ്മളെ ശോഭാ സുരേന്ദ്രൻ ഈ സ്ത്രീനെ എന്തൊക്കെ വൃത്തികളാ പറയുന്നതെന്ന് അറിയാം. എന്തായാലും പാലക്കാട് നന്മമര ശോഭാ സുരേന്ദ്രൻ വേറൊരു സ്ത്രീനെ വിളിക്കുന്ന ആ നന്മയുള്ള തെറികള് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. അതെ, ഞാൻ ബിജെപിയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പരസ്യമായിട്ട് പോസ്റ്റ് ഇടുന്ന കാര്യം ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒതുക്കിയത്. ഈ പൂന്തുറ ശ്രീകുമാർ എനിക്ക് എന്താ ബന്ധമുള്ളതായത്? പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയില് അല്ല തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഇരിക്കുന്ന സമയം നിങ്ങൾ പോസ്റ്റ് ഇട്ടോ പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പരാതി കൊടുക്കുന്നുണ്ട്. പൂന്തുറ ശ്രീകുമാറിന് ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം എന്ന അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കിയത്. ഞാൻ വെളിയിലോട്ട് ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ നിനക്ക് സ്നേഹം ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊഴിലാളി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും, പക്ഷെ പറഞ്ഞോട്ടെ അതിനെ എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എന്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തറ ആ കൊച്ചിനോട് പറഞ്ഞെന്നാണോ നീയും ഈ പാർട്ടി കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെടുന്നു ഇപ്പൊ കേക്ക് എന്നെ വിളിച്ച് ചോദിക്കണ്ടേ? എന്താ ആലപ്പുഴയിലെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടെന്ന്? അപ്പൊ നിങ്ങൾ കേക്ക് സോമന്റെ കൂടെ പോയി അവരും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് നീ ആവശ്യമില്ലാതെ എനിക്ക് ഫേസ്ബുക്കിലേക്ക് വിടും. അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നപ്പം ഇതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദയ്ക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ല, അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം, അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയാം. എന്തിനാ ഈ ആവശ്യമില്ലാതെ പറയുന്നത്? ശോഭ എന്നോട് വിളിച്ചിട്ട് ചേച്ചി എന്താ പ്രശ്നം എന്നല്ലല്ലോ ചോദിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എന്റെ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടുകാരുടെ കൂടെ നിന്ന് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് എന്നെ ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ അരുണനും കൂടെ ചേർന്ന് ശോഭ ചെയ്തതാണ്. അതായത് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞിൽ നിന്ന് ഞാൻ കോടതിയെ കിട്ടുന്നത് ഒരു തർക്കം വേണ്ട. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് ഇത്രയും വലിയ ഗുണ്ടകളെക്കാളും ഏത് പണം കൊടുക്കാനുള്ള ഇപ്പൊ ഈ കേസ് മുഴുവൻ നീ ഒറ്റ എന്റെ ശോഭ ഇന്ന് ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ.
ഇത്രയും കാലം നന്മമാരെ അഭിനയിച്ചാണെന്ന് ഈ ശോഭാ സുരേന്ദ്രൻ ആ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട. ആ സ്ത്രീ കണ്ട പുരുഷന്മാരുടെ കൂടെ ഹോട്ടലുകളിൽ അഴിഞ്ഞാടുന്നവളാണെന്ന്. എന്റെ ശോഭേച്ചി, നിങ്ങൾ ഇത്രയും ചീപ്പായിരുന്നോ? നിങ്ങൾ ചീപ്പായിരുന്നു എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ഇത്രയും ചീപ്പായിരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാൻ പാലക്കാട് ജനങ്ങളോടും കേരളത്തിലുള്ള മൊത്തം ജനങ്ങളോടും ഒരു കാര്യം ചോദിക്കട്ടെ. ശോഭാ സുരേന്ദ്രന്റെ ആ വോയിസ് കണ്ടില്ലേ? അവർ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ? ഇവരെങ്ങാനും കഷ്ടകാലത്തിന് പാലക്കാട് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തായിരിക്കും? ഇവരെത്രമാത്രം അഹങ്കാരിയായിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാ പോരെ. ഈ സ്ത്രീയോട്, ഈ ശോഭാ സുരേന്ദ്രനോട് ആരെങ്കിലും സഹായം ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ചു പോകുന്നവരാ ഇവരെന്തൊക്കെയായിരിക്കും തെറി വിളിക്കുന്നുണ്ടാവുക. സഹായം ചോദിച്ചു പോകുന്നവരുണ്ടല്ലോ, ഇവര് തെറി വിളിച്ചിട്ട് MLA ഓഫീസ് തെറി വിളിച്ചിട്ട് ആട്ടി ഓടിച്ചിരിക്കും. കാരണം വേറൊന്നല്ല, ഒരു പുരുഷൻ പോലും സ്ത്രീയോട് പറയാൻ പഠിക്കുന്ന രീതിയിലുള്ള വർത്താനല്ലേ ഈ ശോഭാ സുരേന്ദ്രൻ ഒരു സ്ത്രീയോട് പറഞ്ഞത്. അതും ഇവരുടെ പാർട്ടിയിലെ തന്നെ ഒരു കുലസ്ത്രീയോട്. അതും നീ കണ്ട പുരുഷന്മാരുടെ കൂടെയൊക്കെ ഹോട്ടലുകളിൽ കറങ്ങാൻ പോകുന്നവളല്ലേ എന്ന്. അത് ചോദിക്കാനുണ്ടായ കാരണം എങ്കിൽ ഈ ശോഭാ സുരേന്ദ്രനെ വിമർശിച്ചതുകൊണ്ട് ഇവരെ വിമർശിക്കുന്നവരാ ഇവരെന്തൊക്കെയാണ് വിളിക്കുന്നത്. ഈ ഉടായ്പ തന്നെയല്ലേ മിനിഞ്ഞാന്ന് ശോഭാ സുരേന്ദ്രൻ പിടിക്കപ്പെട്ടപ്പോ കാണിച്ചത്. ആ മകന്റെ പ്രായമുള്ള ആ ചെറുക്കൻ എനിക്കെതിരെ അശ്ലീല ആംഗ്യം കാണിച്ചു തന്നിട്ട് പച്ച കള്ളം പറഞ്ഞത്. ആ പയ്യ ശോഭാ സുരേന്ദ്രനോട് അശ്ലീല ആംഗ്യം കാണിച്ച വീഡിയോക്ക് ചോദിച്ചിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ ആ വീഡിയോ ഇതുവരെ ആർക്കും നൽകിയില്ല. കാരണം അങ്ങനെ ഒരു വീഡിയോ ഇല്ലല്ലോ. ഇവര് വെറും ഉടായ്പാണല്ലോ. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പച്ച പാവാണ്, കണ്ണിലെ കരടാണ്, കരടിലെ കൃഷ്ണമണിയാണ്, നന്മമരാണെന്നൊക്കെ പറഞ്ഞ ടീമിനോട് ഇവര് നന്മമരന്നല്ല, ഇവർ വെറും കരിഞ്ഞ അഭിനയ കുലപതിയായ നന്മമരം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ശോഭേച്ചിക്ക് വോട്ടിന് വേണ്ടി 5000 രൂപ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ കുറെ കുലസ്ത്രീകളില്ലേ, അവരോടൊക്കെയാ പറഞ്ഞത് നിങ്ങളെ കൂട്ടത്തിലുള്ള കുലസ്ത്രീകൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത്രമാത്രം വൃത്തികേട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പാലക്കാട് ജനങ്ങളെ, നിങ്ങളുണ്ടല്ല ശോഭാ സുരേന്ദ്രനെ തോപ്പിക്കാനാണ് വോട്ട് ചെയ്തെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി അഥവാ നിങ്ങളെ കഷ്ടകാലത്തിന് നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ ഇരുന്നും നിന്നും കേട്ടോ. ശോഭാ സുരേന്ദ്രന്റെ വായിന്ന് വരുന്ന തെറിയുണ്ടല്ല, നിങ്ങൾ നിന്ന് കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി പാലക്കാട് ജനങ്ങൾ മണ്ടത്തരം കാണിച്ചില്ല എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തില് എല്ലാവർക്കും, ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.